നമ്മുടെ ഗോവിന്ദും ഗീതുവും ഒന്നാവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് പോവുകയാണ്. പോകുന്നതിന് തൊട്ട് മുമ്പ് ഗീതു പറയുകയാണ്, കണ്ണേട്ടൻ പൊയ്ക്കോ, ഞാൻ എൻ്റെ കാറിൽ വരാം എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നത്, വേണ്ട ഗീതു, ഞാൻ നിൻ്റെ കാറ് അജാസിനെ കൊണ്ട് എടുപ്പിച്ചോളാം. ഇനിയുള്ള എല്ലാ യാത്രയിലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ഗോവിന്ദ്. അങ്ങനെ നമ്മുടെ ഗീതുവും ഗോവിന്ദും കൂടി ഒരുമിച്ച് പോവുകയാണ്. പോയി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ വണ്ടി ഇങ്ങനെ നിർത്തുകയാണ്. എന്നിട്ട് ഗോവിന്ദ് ഗീതുവിനോട് ഉമ്മ വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗീതു പറയണേ, എന്താ കണ്ണേട്ടാ ഇത്, ആരെങ്കിലും കാണും എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദ് പറയണ, ആരെങ്കിലും കണ്ടാൽ എന്താ, നീ എൻ്റെ പെണ്ണല്ലേ, അതുകൊണ്ട് എന്താ കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതു ആകെ നാണിച്ചിങ്ങനെ നാണിച്ച് ആകെ വശംവദയായി ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഗീതു. അങ്ങനെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് തീർന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് നിർബന്ധിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗീതു വന്നിട്ട് ഒരു കിസ്സൊക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം ഗോവിന്ദ് ഇങ്ങനെ നമ്മുടെ ഗീതുവിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ ഗീതു കൈ അങ്ങോട്ട് വലിക്കുന്നു, ഗോവിന്ദ് ഇങ്ങോട്ട് വലിക്കുന്നു. ഒടുവിൽ കയ്യിൽ ഇങ്ങനെ ഗീതുവിൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കിസ് ചെയ്യുകയാണ്. അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ കുറേ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാടൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് അവരുടേതായിട്ടുള്ള കുറേ സ്വകാര്യ നിമിഷങ്ങളാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ ഗോവിന്ദ് ഗീതുവും കൂടി ഇങ്ങനെ കാറിൽ പോകുമ്പോഴത്തേക്ക് ഗീതുവിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണേ, നീ എന്താ കോൾ എടുക്കാത്തത് എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു പറയണം, എടുക്കാൻ കണ്ണേട്ടാ എന്ന് പറയുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഗീതു ഗോവിന്ദിൻ്റെ മുന്നിൽ വെച്ചായിട്ട് എടുക്കാത്തതാണ്. കാരണം നമ്മുടെ വിജയലക്ഷ്മിയാണ് നമ്മുടെ ഗീതുവിനെ വിളിക്കുന്നത്. അപ്പോൾ വിജയലക്ഷ്മിയുടെ കോൾ എന്നറിയുമ്പോൾ തന്നെ ഗോവിന്ദിൻ്റെ സകലമാന പിരിയും ലൂസാവും. അതുകൊണ്ടാണ് ഗീതു മനഃപൂർവ്വം ആ കോള് എടുക്കാതിരിക്കുന്നത്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, ആരാ നിന്നെ വിളിച്ചത്? അപ്പോൾ ഉടനെ നമ്മുടെ ഗീതു കള്ളം പറയുകയാണ്, അവർണികയാണ് വിളിച്ചത് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണേ, നീ എന്നാ ഒന്ന് തിരിച്ച് വിളിക്ക്. അപ്പോൾ ഉടനെ ഗീതു പറയണേ, വേണ്ട കണ്ണേട്ടാ, മെസ്സേജ് അയക്കാം എന്ന് പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണേ, എന്നാൽ മെസ്സേജ് അയക്കാമെന്ന് പറയുന്നതല്ലാതെ നീ അയക്കുന്നില്ലല്ലോ ഗീതു. അത് പിന്നെ എങ്ങനെയാണ് ഞാൻ അയക്കുന്നത്? കണ്ണേട്ടൻ എൻ്റെ കൈ പിടിച്ച് വെച്ചിരിക്കുകയല്ലേ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് കൈവിടുകയാണ്. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മിക്ക് തിരിച്ച് മെസ്സേജ് അയക്കുകയാണ് നമ്മുടെ ഗീതു. അമ്മ വിഷമിക്കേണ്ട, ഒന്നുകൊണ്ടും അമ്മ വിഷമിക്കേണ്ട, ഞാനും കണ്ണേട്ടനും ഇപ്പോൾ ഒന്നായിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഒരു പ്രശ്നവുമില്ല, നമ്മൾ സെറ്റായി എന്നും പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി ആ മെസ്സേജ് എടുത്ത് നോക്കുമ്പോൾ വിജയലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ വിജയലക്ഷ്മി മൂകാംബിക അമ്മയ്ക്ക് നന്ദിയൊക്കെ പറയുകയാണ്. അതിനുശേഷം വിജയലക്ഷ്മി പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദേവി, ഞാൻ എൻ്റെ US-ലുള്ള ഇപ്പോഴത്തെ ആ ഒരു ഷോ അങ്ങ് കഴിഞ്ഞോട്ടെ, അതിനുശേഷം അവിടുത്തെ ആ ഒരു കച്ചേരിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അമ്മയെ മൂകാംബിക ക്ഷേത്രത്തിൽ വന്ന് കാണുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദും ഗീതുവും ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഗീതുവിനോട് ഗോവിന്ദ് പറയുകയാണ്, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതുവിന് നാണം വരികയാണ്. അപ്പോൾ ഗീതു പറയണം, എന്തിനാ കണ്ണേട്ടാ അതേക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നത്? ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്ക് രാധികാമ്മ തടയുകയാണെങ്കിൽ കണ്ണേട്ടൻ ഇതിൽ നിന്നൊക്കെ പിന്മാറില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണേ, ഇല്ല ഗീതു, ആരെതിർത്താലും ഇനി ഞാൻ നിന്നെ ഒരിക്കലും കൈവിട്ട് കളയില്ല എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ഗോവിന്ദ് വണ്ടി വിട്ടു പോവുകയാണ്. അപ്പോൾ ഗീതു ചോദിക്കുകയാണ്, കണ്ണേട്ടാ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? അതൊക്കെ പറയാം ഗീതു എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് വലിയൊരു പൂക്കടയുടെ മുന്നിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തുകയാണ്. എന്നിട്ട് ഗോവിന്ദ് ഇറങ്ങുകയാണ്. അപ്പോൾ ഗീതു ചോദിക്കണം, എന്താ ഈ പൂക്കടയുടെ മുന്നിൽ വന്നത്? പറയാം ഗീതു എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഗോവിന്ദ് എന്നോട് പൂക്കടക്കാരൻ ചോദിക്കുകയാണ്, എത്ര രൂപയ്ക്ക് പൂ വേണമെന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുകയാണ്, അത് ഈ കടയിലുള്ള മുഴുവൻ പൂവും തരാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. സന്തോഷം കൊണ്ടാണേ. അപ്പോൾ ഉടനെ തന്നെ പുള്ളിക്കാരൻ പറയുകയാണ്, അയ്യോ, അങ്ങനെ ഈ കടയിലുള്ള പൂക്കൾ മുഴുവനായിട്ടും തരാൻ പറ്റില്ല, കാരണം നമുക്ക് ഒരുപാട് ഓർഡറുകളുണ്ട് ഇന്ന് കൊടുക്കാനുള്ളത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതു ഇങ്ങനെ നോക്കിയിട്ട് വേണം, കണ്ണേട്ടൻ എന്താ വട്ടായോ, ഈ കടയിലെ മുഴുവൻ പൂവ് എന്തിനാണാവോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് ഗീതു. എന്നിട്ട് ഗീതു ഗോവിന്ദനോട് ചോദിക്കുകയാണ്, എന്താ കണ്ണേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ ഗോവിന്ദ് പറയണം, അതെ, ഈ പൂക്കളെന്ന് പറയുമ്പോഴേ ഒരുപാട് വേണോന്ന് ചോദിച്ചാൽ ഒരു നൈറ്റിൽ അലങ്കരിക്കാനുള്ള പൂക്കൾ വേണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ പൂക്കച്ചവടക്കാരൻ പറയണം, നൈറ്റിൽ പൂ അലങ്കരിക്കേണ്ട കാര്യം എന്താ സാറേ? നൈറ്റിൽ നമ്മൾ പൂ വെച്ചിട്ട്
അലങ്കരിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും കാണോ? ലൈറ്റ് അണയ്ക്കുമ്പോൾ എല്ലാം മറഞ്ഞു പോവില്ലേ എന്നിങ്ങനെ പറയണല്ലേ. നൈറ്റിൽ നല്ലത് LED ബൾബാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണം, നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ നൈറ്റൊന്നും അല്ല, ഇത് ഫസ്റ്റ് നൈറ്റിൽ മുറി അലങ്കരിക്കുന്ന കാര്യമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഗീതുവിന് ഭയങ്കരമായിട്ട് നാണം വരികയാണ്. ഗീതു ഇങ്ങനെ മുഖം ഇങ്ങനെ സാരിത്തുമ്പോൾ കൊണ്ട് ഇങ്ങനെ മറച്ചൊക്കെ പിടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൂക്കാരൻ പറയുകയാണ്, അതിന് ഇങ്ങനെ പൂവൊന്നും മേടിച്ചുകൊണ്ട് പോയി അലങ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ അല്ലേ ഇതൊക്കെ ഏർപ്പാടാക്കി കൊടുക്കുന്നത്. അവർ വേണ്ടുന്ന രീതിയിൽ വന്ന് മുറിയൊക്കെ അലങ്കരിച്ച് സെറ്റാക്കി തന്നിട്ട് പോവും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, ആണോ ഫസ്റ്റ് നൈറ്റിനും അങ്ങനെയൊക്കെ ഉണ്ടോ? ഇവൻറ്റ് മാനേജ്മെൻറ്റ് തന്നെ ഏറ്റെടുത്ത് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പൂക്കച്ചവടക്കാരൻ പറയണം, അതെ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ ഉടനെ തന്നെ അപ്പോൾ ഇനി പൂവൊന്നും വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗീതു പറയണേ, എനിക്കിപ്പോൾ തലയിൽ വെക്കാനുള്ള ഒരിത്തിരി പൂ മതി കണ്ണേട്ടാ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ പൂ എത്ര വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഗീതു പറയണ 4 മുഴം പൂ വേണമെന്ന് പറയാണ്. അങ്ങനെ ഗോവിന്ദ് നമ്മുടെ ഗീതുവിന് 4 മുഴം പൂ മേടിച്ച് കൊടുക്കുകയാണ്. ഗീതു അത് തലമുടിയിൽ ചൂടാണ്. അതിനുശേഷം ഗീതുവും ഗോവിന്ദും കൂടി നടന്ന് പൈസയൊക്കെ കൊടുത്തതിന് ശേഷം പോവുകയാണ്. അപ്പോൾ ഗോവിന്ദ് നമ്മുടെ ഗീതുവിനെ ചേർത്ത് പിടിച്ചിട്ട് പൂ മണപ്പിക്കാൻ എന്നുള്ള രീതിയിൽ ഗോവിന്ദ് ഗീതുവിൻ്റെ കഴുത്തിൻ്റെ അവിടെയൊക്കെ കിസ് ചെയ്യുകയാണ്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് കാണിക്കുന്നത്. അതിനുശേഷം ഗോവിന്ദ് ഗീതുവിനെയും കൂട്ടി വണ്ടിയിൽ കാറിൽ കയറുകയാണ് പോകാനായിട്ട്. അപ്പോൾ ഗീതു പറയണ, കണ്ണേട്ടൻ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ഫസ്റ്റ് നൈറ്റിൻ്റെ കാര്യമൊക്കെ കടക്കാരനോട് പറഞ്ഞത്? എൻ്റെ ഗീതു, അത് നമ്മൾ മുറിയിൽ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് പൂ മേടിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ പറഞ്ഞത്, അതിനെന്താ കുഴപ്പം? എന്നാലും ഞാനങ്ങ് എന്തോ പോലെയായി. ഓ പിന്നെ നിൻ്റെ ഒരു നാണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം ഗോവിന്ദ് പറയണം, ഒരു കാര്യം ചെയ്യാം ഗീതു, നമുക്ക് നമ്മുടെ ബെഡ്റൂം അലങ്കരിക്കാനായിട്ട് ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ തന്നെ ഏർപ്പാടാക്കാം എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീതു പറയണം, അയ്യോ കണ്ണേട്ട, അതൊന്നും വേണ്ട, അതൊക്കെ എല്ലാവരും അറിയും, വലിയ നാണക്കേടാവും എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയണം, അതിന് നാണക്കേട് എന്തിനാ? ദേ ഈ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടല്ലോ ശാന്തി മുഹൂർത്തം എന്ന് പറയുന്ന ഒരു സമയം തന്നെയുണ്ട് അതിന് വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ അങ്ങനൊന്നും ഇല്ലാത്തത്. അതിന് നാണക്കേടിൻ്റെയൊക്കെ ആവശ്യം എന്താ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീത് പറയണേ, വേണ്ട കണ്ണേട്ടാ, എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് എനിക്ക് എല്ലാവരുടെയും മുഖത്ത് നോക്കാൻ എനിക്ക് ചമ്മലായിരിക്കും. അതുകൊണ്ട് ഇത് വേണ്ട, അങ്ങനൊന്നും വേണ്ട എന്ന് പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണേ, എൻ്റെ ഗീതു ആരും അറിയില്ല, നമ്മുടെ മുറിയിൽ ഇങ്ങനെയുള്ള അലങ്കാരങ്ങളൊക്കെ നടക്കുന്ന കാര്യം ആരും അറിയില്ല. ആരും അറിയാത്ത രീതിയിൽ കൈകാര്യം ചെയ്താൽ പോരെ, അത് ഞാൻ ഏറ്റു എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ഗോവിന്ദ് വിളിക്കുകയാണ് ഫോണിൽ, മറ്റാരെയും നല്ല നമ്മുടെ അജാസിനെ വിളിക്കുകയാണ്. അജാസിനെ വിളിച്ചിട്ട് പറയണം, അജാസ്, ഞാൻ നിന്നെ വിളിച്ചതെന്ന് വെച്ചാൽ എനിക്കൊരു കാര്യം നിന്നെ ഏൽപ്പിക്കാനുണ്ട്. ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ നമ്മുടെ വീട്ടിലേക്ക് അയക്കണം, എൻ്റെ ബെഡ്റൂം ഒന്ന് അലങ്കരിക്കാനാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു പറയണം, എല്ലാം കുളമാക്കി, എല്ലാം ഇക്ക അറിഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ നാണം കെട്ട് നിൽക്കുകയാണ് നമ്മുടെ ഗീതു. അങ്ങനെ ഗോവിന്ദ് ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ അജാസ് പറയുകയാണ്, എല്ലാം ഞാൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാം സാറേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അജാസ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഗീതു ഗോവിന്ദനോട് പറയണേ, എന്താ കണ്ണേട്ടാ ഇത്, എന്തിനാ ഇക്കയോട് വിളിച്ച് പറഞ്ഞത്? ഞാനിനി ഇക്കയുടെ മുഖത്ത് എങ്ങനെ നോക്കും? അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയണേ, എൻ്റെ ഗീതു, നീ എൻ്റെ ഭാര്യയല്ലേ, നമ്മുടെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കഴിയുന്നതിന് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുന്നതിന് എന്താ പ്രശ്നം എന്നിങ്ങനെ ഗോവിന്ദ് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതുവും ഗോവിന്ദും ഇങ്ങനെ കാറിൽ വരികയാണ്. അങ്ങനെ നേരെ അറയ്ക്കൽ വീട്ടിൻ്റെ മുറ്റത്തെത്തിയിരിക്കുകയാണ് രണ്ടുപേരും. അങ്ങനെ അവർ കാറിൽ നിന്നും ഇറങ്ങുമ്പോഴത്തേക്ക് രണ്ടുപേരും ശരിക്കും സ്വയം മറന്നു പോവുകയാണ്, ഗോവിന്ദും ഗീതുവും. അങ്ങനെ അവർ പരസ്പരം കൈകൾ കോർത്ത് പിടിച്ച് നടന്നു പോവുകയാണ്. അപ്പോൾ മുന്നിൽ ഷിബുവും അയ്യപ്പനും വരികയാണ്. ഷിബുവും അയ്യപ്പനും ശരിക്കും ഇവരുടെ മുന്നിലേക്ക് വരുന്നത് പോലും രണ്ടുപേരും കാണുന്നില്ല. കാരണം രണ്ടുപേരും സ്വപ്ന ലോകത്തിൽ എന്ന പോലെ നമ്മുടെ ഗോവിന്ദും ഗീതുവും നടന്നു പോവുകയാണ്. അങ്ങനെ അതോടെ എപ്പിസോഡ് കഴിയുകയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി രസകരമായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. പറയാൻ വേണ്ടിയിട്ടൊന്നും ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും ഭയങ്കര രസമുള്ളൊരു എപ്പിസോഡായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.